വേദവേ, ഇന്നിവിടെ നല്ല ചാപ്പാടൊക്കെ ഉണ്ടായിരിക്കുന്നല്ലേ? പിന്നെയോ ബാലേന്ദ്ര, ഊണ് സമയത്ത് ദേവന്മാരിൽ എവിടെ പോയി കിടക്കും? വെറുതെ കാടി. എന്തോ ഞാൻ കഴിക്കാറില്ല. അച്ഛന്റെ മുമ്പിലായിരിക്കും. കഴിക്കുമെങ്കിൽ കഴിച്ചോളൂ. തനിക്ക് വേണമായിരിക്കും. തരത്തില്ല. തരാം, പ്രായപൂർത്തിയാകട്ടെ. എനിക്ക് വയസ്സ് 20ആയി. ഒഴിക്കടോ. ഡാഡി ഇനി അധികം കഴിക്കണ്ട. ഓ, 1944 തോന്നുന്നു ഞാനും മേജർ രാംലാലും കൂടി ഒറ്റ ഇരിപ്പിൽ 2 കുട്ടി കൂടി. 1946 അതേടോ 46 ചേർത്തല സ്റ്റേഷനിൽ വെച്ച് ഞാനും ലോക്കപ്പിൽ കിടന്നിരുന്ന ഒരു കൊലപ്പുള്ളിയും കൂടെ 3 ബോട്ടിൽ ആ ഒറ്റ ഇരിപ്പിന് അടിച്ചു തീർത്തു. 1949 അമൃത്സരസിൽ വെച്ച് ബറാഖാന. 1950 ഞാൻ കൊല്ലം സ്റ്റേഷനിൽ ഇല്ലെങ്കിലേ എന്താണോ ഡാഡിയും അങ്കിളും കൂടി ലാത്തി അടിച്ച് ഞങ്ങളെ കൺഫ്യൂഷൻ ആക്കരുത്. അത് നിനക്ക് ഞാൻ സ്മോൾ വരാത്ത വൈരാഗ്യത്തിന് നീ എനിക്കിട്ടൊന്ന് വെച്ചതല്ലേ. അപ്പോഴേ പോലീസും പട്ടാളവും കൂടെ ഞങ്ങളെങ്ങനെ ഇരുത്തി വധിക്കരുത്. ഒരു തുള്ളി ആഹാരം കഴിച്ചിട്ടില്ല രണ്ടുപേരും. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളുടെ ആബ്സൻസിൽ എന്ത് വേണേലും വായിക്കും. എന്നാലേ നമുക്ക് തുടങ്ങാൻ ചോദിക്കരുത്. ഇനി ആഹാരം കഴിച്ചിട്ട് മതി. മതി കഴിച്ചത് ഇങ്ങോട്ടാ. Thank you. ശരിയാ? ദേവി, വിഷമൊന്നും ഉണ്ടാക്കരുതേ. ശരിയാ? പഠിപ്പ് മുറിയിൽ ഈശ്വരന്മാർ കൂട്ടിനുള്ളത് നല്ലതാണ്. അതെനിക്കറിയാൻ ഡാഡി, അതുകൊണ്ടാ. ഗുഡ്. പിന്നെയാ, നീ എന്നും അമ്പലത്തിൽ പോകാറുണ്ടോ? നീ ക്ഷേത്രത്തിൽ പോയി എന്താ പ്രാർത്ഥിക്കാറുള്ളത്? ഞാനൊന്നും അമ്പലത്തിൽ വരുന്നത് നിന്നെ കാണാൻ വേണ്ടിയാണെന്ന് വീട്ടിൽ ആർക്കും അറിയില്ല. അവരുടെ എല്ലാം വിചാരം എനിക്ക് വലിയ ഈശ്വര ഭക്തിയാണെന്ന്. നീ എന്താ ആലോചിക്കുന്നത്? ചോദിച്ചു കേട്ടില്ലേ? എനിക്കും എന്റെ ഡാഡിക്കും എല്ലാ ഐശ്വര്യങ്ങളും തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. യുദ്ധരംഗത്ത് ശത്രുക്കളെ നേരിടേണ്ടി വന്നിട്ടുള്ളപ്പോ കയ്യിലുള്ള ആയുധത്തെക്കാൾ എനിക്ക് ശക്തിയും ധൈര്യവും തന്നിരുന്നത് മനസ്സിലെ ഈശ്വരന്മാരായിരുന്നു. മണി 10 കിടന്നുറങ്ങ്. നാളെ രാവിലെ പഠിച്ചാൽ മതി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Okay.
मेरी माँ ने मुझे दूध पिलाया है। क्यों भाई साहब, मैं सच बोल रहा हूँ ना? नहीं। भाई यही तो है वो वकील साहब। എടാ വിനയ, अच्छा अच्छा जो यहाँ का है നീ കിടക്കാൻ പറ്റത്തില്ലേ? भाई बहुत अच्छा देखते हैं तुम, बहुत अच्छा देखते हैं। എടാ നീ വരുന്നോ ഇല്ലയോ? ഇന്ന് നീ എന്റെ കൂടെ കിടക്കുന്നത് കാരണം ചേട്ടാ, അപ്പോഴേക്കും വാതിൽ കൂട്ടി ഉറക്കമായോ? ചേട്ടാ, ഞാൻ ഉറങ്ങി. ഒന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നേ. എടാ ഞാൻ നല്ല ഉറക്കത്തില്ല. ശല്യം ചെയ്യാതെ പോകുന്നുണ്ടോ? ഇതെന്ത് പണിയാ ചേട്ടാ കാണിക്കുന്നത്? ഞാൻ വരുന്നതിന് മുമ്പ് വാതിലടച്ച് കിടക്കുന്നു. ഡാഡി, ഈ ചേട്ടൻ ഞാനിപ്പോ ഡാഡിയോട് പറയും കേട്ടോ. എന്നെ കിട്ടും. നീ എവിടെ ഇത്ര നേരം? വിളിച്ചു കേട്ടില്ലേ? അല്ല, എന്നും ഇങ്ങനെ എന്റെ കൂടെ കിടക്കാനാണോ എന്റെ വിചാരം? എന്റെ പള്ളി, ഉച്ചയ്ക്ക് ഡാഡിയും പിള്ളേങ്ങളും കൂടി കല്യാണക്കാര്യം പറഞ്ഞപ്പോഴേ ആള് തുണി വെച്ച് തലയിൽ കെട്ടിയല്ലോ. അപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം, എത്രയും വേഗം കല്യാണം കഴിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. കല്യാണം കഴിയുമ്പോ എന്നോട് ഇവിടുന്ന് മാറി കിടക്കാൻ പറഞ്ഞേക്കരുത്, അത് നടക്കാത്ത കാര്യമാണ്. നിന്നെ കൂടെ കിടത്താൻ അങ്ങോട്ട് പോരി. ഞാൻ ഈ മൂലയിൽ എവിടെയെങ്കിലും കണ്ണു അടച്ച് അടങ്ങി ഒതുങ്ങി കിടന്നോളാം. ഞാൻ ആ ഭാഗത്തേക്ക് നോക്കത്തില്ല. എടാ തോട്ടി പോലെ ആയല്ലോടാ. ഇപ്പോഴും അവന് കിടക്കണേ കൂത്തു വേണം. നാളെ പോലെ ഡാഡിയുടെ കൂടെ പോയി കിടന്നോണം. അയ്യോ, ഡാഡിയുടെ കൂടെ കിടക്കാനോ? എന്നിട്ട് വേണം ഡാഡിയുടെ 941 946 ഒക്കെ കേട്ട് ബോറടിക്കാൻ. ഞാനില്ല. കയ്യറ, എനിക്ക് മുട്ടുന്ന കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമല്ലെന്നറിയില്ലേ? ഞാൻ ചേട്ടന്റെ ചക്കര കുട്ടനല്ലേ? ചക്കയിടും. അടങ്ങി ഒതുങ്ങി കിടന്നില്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് പുറത്ത് കളിയാൻ മാറടങ്ങി. ഒറ്റയ്ക്ക് കിടന്ന സുസ്വപ്നം കണ്ട് പേടിച്ച് മൂത്രം ഒഴിക്കും അത്രേ. ഇവിടെ കിടക്കുന്നത് കൊള്ളാം. ബെഡിലെങ്ങാനും മൂത്രം ഒഴിച്ചാണ്ടല്ലോ. കൂട്ടിനൊരാളുണ്ടെങ്കിൽ ഞാൻ മുള്ളത്തില്ല ചേട്ടാ. കിടന്നുറങ്ങ്, എനിക്ക് വെളുപ്പിൽ എഴുതിട്ട് പോകണത്. കല്യാണം കഴിച്ചിട്ട് ഇയാൾ എങ്ങനെയാണ് മുട്ടാനും തട്ടാതെ കിടക്കാൻ പോകുന്നത്? ഒന്നും അറിയാൻ പാടില്ലാത്ത കൊച്ചു കുഞ്ഞല്ലേ. ആവും. ഇങ്ങനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ബാക്കിയുള്ളവരുടെ റൂട്ട് തെളിഞ്ഞു കിട്ടിയാൽ അനുഭവിക്കാനുള്ള യോഗം വേണ്ടേ? ഗുഡ് ഈവനിങ് മോളെ. ആഹാ, മോള് വന്നോ? മോളുടെ കാര്യം മമ്മി ഇപ്പൊ ഫോൺ ചെയ്ത് ചോദിച്ചതേ ഉള്ളൂ. മോക്ക് ആന്റി ഇപ്പൊ കാത്തു തരാം.
ചുമക്ക് കുറവുണ്ടോ അപ്പൂപ്പ? കുറവില്ല മോളെ. വീട് വിളിച്ചിട്ടാ ചുമ നിക്കാത്തെന്ന് സൂചിയാണ്ടി പറഞ്ഞു. അമ്മമ്മേ, അപ്പൂപ്പൻ ഇനി വീട് കൊടുക്കരുത്. ഇനി കൊടുക്കൂല മോളെ. അങ്കിൾ ഇവിടെ പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്താണോ? അങ്കിളുടെ പേരെന്താ? സതീഷ്. എന്താ അസുഖം? പനിയാ. ആ മോടെ പേരെന്താ? രമ്യമോൾ. പവി താര വന്നിരിക്കുന്നൊക്കെ രമ്യമോളാ. പവിയുടെ പനിയൊക്കെ മാറിയെന്നാ തോന്നുന്നേ. ഒട്ടും ചൂടില്ല. മോളുടെ അമ്മ വന്നില്ലേ? വരാറാവുന്നേ ഉള്ളൂ. മത്തായി സൂസി എവിടെ പോയി? വാർഡിൽ പോയതാണ്. മോളെ കണ്ടോ? മോളും കൂടെ പോയിട്ടുണ്ട്. ഇപ്പൊ വരും. മോളിത് എവിടെയായിരുന്നു? റൗണ്ടിന് പോയതാ മമ്മി. അതെയോ? ഞാനും സുസാന്റിയും കൂടെ ഇഞ്ചക്ഷൻ കൊടുത്തു. അല്ലേ സുസാന്റി? വലിയ സൂചിയായിരുന്നു. നീ എന്താ ലേറ്റ് ആയ? ഇന്ന് ഓഫീസിൽ വലിയ തിരക്കായിരുന്നു. താക്കൂ. നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? ആ കഴിയാറായി. അടുത്ത ഷിഫ്റ്റിൽ ഇല്ലിക്ക. അവള് വന്നിട്ട് വേണം വരെ. വാ മോളെ. വരട്ടെ. മോൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഞങ്ങളുടെ ക്ലാസ്സില് ഹണിയെ കുറിച്ചാണ് സ്വീറ്റ് എന്ന് പറഞ്ഞത്. അതേ കുട്ടിക്ക് വലിയ പവറ്. ഞാൻ തുറക്കാം. നീ രാവിലെ എവിടെ പോകുന്നു? ഡാൻസ് ക്ലാസ്സിന്. ഡാൻസ് ക്ലാസ്സിൽ? ആ. നീ എന്നോടൊക്കെ ഡാൻസ് പഠിക്കാൻ? 2-3 മാസമായി. എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ഡാൻസ് പഠിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാ ഡാഡി. എന്നാര് പറഞ്ഞു? ആരും പറഞ്ഞിട്ടല്ല. ഈ എക്സർസൈസ് ശരീരത്തിന് നല്ലല്ലേ ഡാഡി? അതുപോലെ നൃത്തമൊക്കെ. ഞാൻ ഇറങ്ങട്ടെ ഡാഡി. ഇന്നെങ്ങോട്ടാ? ബോംബെ. IC 193. എപ്പോ വരും? നാളെ ഉച്ച. ശരി, ഞാൻ പോയിട്ട് വരാം ഡാഡി. നിൽക്കേ. ഞാനും കൂടെ വരുന്നുണ്ട്. പോകുന്ന വഴിക്ക് ആ പിള്ളേരവിടെ ഡ്രോപ്പ് ചെയ്തേക്ക്. ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. പുറത്ത് നല്ല മഞ്ഞും തണുപ്പുണ്ട് ഡാഡി. കൊടും തണുപ്പിലും മഞ്ഞിലുമാണ് ഞങ്ങൾ ബോർഡറിൽ കഴിഞ്ഞിരുന്നത്. ഇതൊക്കെ ഒരു തണുപ്പാണോടാ? സംഗതിയാകെ കുഴയെന്നാ തോന്നുന്നു. ഈ കൊച്ചുവെളുപ്പാങ്കാലത്ത് ഡാഡി ഇറങ്ങി പുറപ്പെടുമെന്ന് ആര് കരുതി? കല അവിടെ കാത്തു ചെയ്യുമല്ലോ. പോകാൻ വേറൊരു വഴിയില്ല. ഇതിന്റെ പുറകിൽ നിന്റെ കൂടെ വരാനോ? വഴി തള്ളിയിട്ട് നട്ടലൊടിക്കണമായിരിക്കും. എടുക്കണ കാറ്. രാവിലെ ഒന്ന് തൊള്ളാൻ പോവാന്ന് വിചാരിച്ചപ്പോ ഈ തന്തപ്പടി വിടുന്ന ലക്ഷണമില്ല. എന്താ ജപിക്കുന്നു? ഒന്നുമില്ല ഡാഡി. വണ്ടി എടുക്ക്.
ഡാഡി, അതെന്റെ ഫ്രണ്ടിന്റെ വീടാ. നല്ല ഡിസ്കോ ഡാൻസറാ. ഭരതനാട്യം കഥകളി ഇപ്പൊ നന്നായി അറിയാം. നേരെ നോക്കി ഓടിക്കടാ. എന്താണ് ഇത്? ഡാഡി, അതും എന്റെ കൂട്ടുകാരന്റെ വീടാ. ഞാൻ തിരിച്ചു വരുമ്പോ ഡാഡിയെ പിക്കപ്പ് ചെയ്യണോ? വേണ്ട, ഞാൻ പിള്ളയുമായിട്ട് വന്നേക്കാം. മുഖം വീർപ്പിച്ചോളൊന്നും ഒരു കാര്യമില്ല. കൂടെ ഉണ്ടായിരുന്ന പാർട്ടി ആരാന്നറിയാമോ? മേജർ വിശ്വനാഥ മേനോൻ. കേട്ടിട്ടുണ്ടോ? അതായത് എന്റെ ഫാദർ, തന്റെ വരുംകാല ഫാദറിലോ. അയ്യോ, നേരാണോ? ഓ, ഇനി സാറിന് ഇങ്ങോട്ടൊന്ന് കേറാവോ?